സ്പെഷ്യൽ ഒക്കേഷനുകളിൽ ഈ മുമ്പേ ഉത്സവങ്ങൾ പെരുന്നാളുകളുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ, ഇവർക്ക് ഭക്ഷണമോ ആഘോഷമോ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടാവും? ഉണ്ട്. നമുക്ക് ഇപ്പം നിലവിൽ 10 സദ്യയുണ്ട്. 10 സദ്യ 10 വർഷത്തിൽ 10 ദിവസം. അതിപ്പം ഓണം, ബക്രീദ്, അല്ലെങ്കിൽ ക്രിസ്മസ്, ഇങ്ങനെ ഗാന്ധി ജയന്തി, സ്വാതന്ത്ര്യദിനം, കേരളപ്പിറവി, ഇങ്ങനെ തുടങ്ങി ഒരു 10 ദിവസം നമ്മൾ അവർക്ക് സദ്യ കൊടുക്കും. സാധാരണ ഭക്ഷണത്തിൻ്റെ ഒരു മെനു എന്താ? സാധാരണ ഭക്ഷണത്തിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ 2014 ശേഷം പുതിയ മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരുവിധ എല്ലാ കറികളും ഉണ്ട്. അതായത് ഉണ്ടയൊക്കെ മാറി. ഉണ്ടയൊക്കെ മാറി. ഞാൻ സർവീസ് വരുമ്പോൾ ഉണ്ടയുണ്ട്. തിങ്കളും ബുധനും പച്ച മത്സ്യമുണ്ട്. ശനിയാഴ്ച ആട്ടിറച്ചി 100 ഗ്രാമിൻ്റെ ആട്ടിറച്ചി കൊടുക്കും. തിങ്കളും ബുധനും 140 ഗ്രാമിൻ്റെ പച്ച മത്സ്യം. ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് സാർ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 250 ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും. അരിയുടെ ചോറാണ്. വൈകുന്നേരം 200 ഗ്രാം അരിയുടെ ചോറ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്. അത്രയും കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളെ ഒരു 1/4 കിലോ നമ്മൾ പറയുന്നില്ല, അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് വെന്ത് വരുമ്പോൾ കൂടുതൽ. രാവിലെ 200 ഗ്രാമിൻ്റെ ഗോതമ്പാണ് കൊടുക്കുക. ഇപ്പോൾ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണ് ഇഡ്ഡലിയോ ദോശയോ, അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും. തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും. ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ചപ്പാത്തിയും ഉപ്പുമാവും. ഞായറാഴ്ച മാത്രം. പ്രേക്ഷകരെ കൊതിപ്പിക്കൂല്ലോ ഇത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സമയത്തോളം. പിന്നെ എല്ലാ ദിവസവും അവിയലുണ്ടാവും ഉച്ചയ്ക്കുള്ള കറിക്ക്. അവിയൽ, മോരൊക്കെ ആയിട്ട്. പിന്നെ സാമ്പാറുണ്ട്. സാമ്പാർ ഇടപെട്ട ദിവസങ്ങളിൽ. തിങ്കളും ബുധനും മത്സ്യം, ശനിയാഴ്ച ആട്ടിറച്ചി. രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചോറുണ്ടാവും, 200 ഗ്രാം അരിയുടെ ചോറ്. അതിൽ 3 ദിവസം പുഴുക്കുണ്ടാകും. കപ്പ, അതിൻ്റെ കൂടെ കപ്പപ്പുഴുക്കാണ് കൊടുക്കുക. പിന്നെ ചില കറികൾ മാത്രം. അപ്പോൾ ഇവർ മീൻകറിയും മട്ടനൊക്കെ ഉള്ള ദിവസം അതെടുത്ത് വെക്കും വൈകിട്ടത്തേക്ക്. അങ്ങനെ വെച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഭക്ഷണത്തിന് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ടാവുമോ ഈ മട്ടനൊക്കെ? മട്ടൻ 100 ഗ്രാം നമ്മൾ മട്ടൻ വേവിച്ച്, അതായത് 1 കിലോ ഇറച്ചി 10 പേർക്കായിട്ട് കൊടുക്കും. 10 പേർക്കായിട്ട് കൊടുക്കും.